ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്വർഗ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. പുതിയ സ്വർഗ കാഴ്ചയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാലാകക്കൂട്ടത്തിന്റെ ചങ്ക് പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ രസകാഴ്ച പകരാൻ, ഊർജം പകരാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിലെ കൊച്ചുകൂട്ടുകാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഈശോയുടെ അടുത്ത് അടിച്ചു പൊളിക്കുമല്ലേ? ആർ യു റെഡി? ഈശോയുടെ അടുത്ത് കളിക്കാൻ, ചിരിക്കാൻ റെഡിയാണോ? ഓക്കെ, അപ്പൊ ഈ സ്വർഗത്തിലെ രസകാഴ്ചയിലേക്ക് നമ്മൾ കടക്കുവാണ്. മാലപ്പടക്കത്തിന് തിരികൊടുത്തതുപോലെ ഈ സ്വർഗത്തിൽ 4-5 സെഗ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ആദ്യ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. ഈശോയ്ക്ക് സ്തുതി പാടാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ. ഈശോയ്ക്ക് സ്തുതി പാടാറുണ്ട്, പാട്ടൊക്കെ പാടാറുണ്ട്. ഓക്കെ, ശരി, ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ സ്വർഗത്തിൽ ഒരു പാട്ടൊക്കെ പഠിച്ച് ഈശോയ്ക്ക് സ്തുതി പാടാൻ പോവാണ്. ഈ സ്വർഗത്തിൽ ആദ്യ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? കാശ് കൊടുത്തിട്ട് ഈശോയെ കീശയിലാക്കാൻ നോക്കേണ്ട, ക്രൂശ് ചുമന്നവൻ എന്നെന്നും കീശയിലാക്കി ലോകത്തെ. ഇതിന് നല്ല സ്റ്റൈലായിട്ട് പഠിക്കേ. കാശ് കൊടുത്തിട്ട് ഈശോയെ കീശയിലാക്കാൻ നോക്കേണ്ട, ക്രൂശ് ചുമന്നവൻ എന്നെന്നും കീശയിലാക്കി ലോകത്തെ. അടുത്ത ലൈൻ. കീശയിൽ ഒത്തിരി സ്നേഹവുമായി ഈശോ കൂടെ നടക്കുന്നു, ഈശോ കൂടെ ഉണ്ടെന്നാൽ ലേശം പോലും ഭയമില്ല. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഭയമുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനൊരു സ്റ്റെപ്പ് പഠിക്കാൻ പോവാണ് നമ്മൾ. നോക്കിയേ, കാശ് കൊടുത്ത് ചെയ്തേ, കാശ് കൊടുത്തിട്ട് ഈശോയെ ഇത്ര ചെയ്തേ, കാശ് കൊടുത്ത് കീശയിലാക്കാൻ നോക്കേണ്ട. ഒന്നുകൂടെ ചെയ്തേ, കാശ് കൊടുത്തിട്ട് ഈശോയെ, ക്രൂശ് ചുമന്നവൻ എന്നെന്നും കീശയിലാക്കി ലോകത്തെ. ഇതൊക്കെ കീശയിൽ ഒത്തിരി സ്നേഹവുമായി ഈശോ കൂടെ നടക്കുന്നു, കീശയിൽ ഈശോ കൂടെ ഉണ്ടെന്നാൽ ലേശം പോലും ഭയമില്ല. ഒന്നുകൂടെ ചെയ്തേ, കാശ് കൊടുത്തിട്ട് ഈശോയെ എന്നെന്നും കീശയിലാക്കി, കീശയിൽ ഒത്തിരി സ്നേഹവുമായി ഈശോ കൂടെ നടക്കുന്നു, ഈശോ കൂടെ ഉണ്ടെന്നാൽ ലേശം പോലും ഭയമില്ല. അപ്പൊ ഈശോനെ നമുക്കൊന്ന് സ്നേഹിച്ചാലോ? പാട്ടും ഡാൻസൊക്കെ കൂടെ നല്ല സ്തുതി പാടി ഈശോയെ ഒന്ന് സ്നേഹിക്കാം. ചാടി എഴുന്നേറ്റ് ഈശോയുടെ നല്ല റിതട്ട് വന്ന് ഞങ്ങള് ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. റെഡി? ആടിപ്പാടി കൈയടിച്ച് സന്തോഷത്തോടെ. കാശ് കൊടുത്തിട്ട് ഈശോയെ കീശയിലാക്കാൻ, ക്രൂശ് ചുമന്നവൻ എന്നെന്നും കീശയിലാക്കി ലോകത്തെ. കാശ് കൊടുത്തിട്ട് ഈശോയെ കീശയിലാക്കാൻ നോക്കേണ്ട, ക്രൂശ് ചുമന്നവൻ എന്നെന്നും കീശയിലാക്കി ലോകത്തെ. കീശയിൽ ഒത്തിരി സ്നേഹവുമായി ഈശോ കൂടെ നടക്കുന്നു,
ഈശോ കൂടെയുണ്ടെന്നാൽ ലേശം പോലും. കീശയിലൊത്തിരി സ്നേഹം, കീശയിലൊത്തിരി സ്നേഹവുമാ ഈശോ കൂടെ നടക്കുന്നു. ഈശോ കൂടെയുണ്ടെന്നാൽ ലേശം പോലും. കാശ് കൊടുത്തിട്ട് ഈശോയെ, കാശ് കൊടുത്തിട്ട് ഈശോയെ കീശയിലാക്കാൻ ക്രൂശ് ചുമന്നവൻ എന്നെന്നും കീശയിലാക്കി ലോകത്തെ. ഈശോയുടെ മാലാകമാരെ, അപ്പൊ ഈശോയ്ക്ക് സ്തുതിയൊക്കെ പാടി ഈ സ്വർഗത്തിലെ രണ്ടാമത്തെ രസക്കാഴ്ചയാണ്, രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ് വചനം ഭക്ഷിക്കാം? വചനം ഭക്ഷിക്കാൻ റെഡിയാണോ നിങ്ങള്? ഓക്കെ. അപ്പോൾ നമ്മൾ ശരീരത്തിന് ഭക്ഷണം കൊണ്ട് നമ്മൾ എനർജി കൊടുക്കുന്ന പോലെ വചനം കൊണ്ട് നമ്മുടെ ആത്മാവിന് ഊർജം പകരാനുള്ള സമയമാണ് അല്ലേ? വചനം കാണാതൊക്കെ പഠിക്കുന്നവർ എത്ര പേരുണ്ട്? വചനമൊക്കെ കാണാതെ അറിയാം എത്ര പേര്? കൈപ്പൊക്കാവോ? വചനമൊക്കെ കാണാതെ പഠിക്കാറുണ്ടല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് ഈ സ്വർഗത്തിൽ നമ്മൾ വചനം പഠിക്കാൻ പോവാണ്, വചനം ഭക്ഷിക്കാൻ പോവാണ്. ആർ യു റെഡി? കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വചനം പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്നത് സെൻറ്റ് മർസലീന ഗേൾസ് ഹൈസ്കൂളിലെ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റർ തുഷാര SVM ആണ്. സിസ്റ്റർ കുട്ടികൾക്ക് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ഇത് മോട്ടിവേഷൻ സ്കൂളുകളിലൊക്കെ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ സിസ്റ്ററെ നമ്മളിന്ന് സ്വാഗതം ചെയ്യാൻ പോവാണ്. ഇന്ന് നമുക്ക് സിസ്റ്റർ സ്വാഗതം ചെയ്യാനുള്ള ക്ലാപ്പാണ് ബലൂൺ ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? ബലൂൺ. എങ്ങനെ നോക്കിയേ, ഊതും തോറും ഇങ്ങനെ വലുതായി വരും അല്ലേ? നോക്കിയേ, ഇങ്ങനെ പൊട്ടിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ട ചറപ്പറ കൈ അടിക്കണം. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. റെഡി? ബലൂൺ ക്ലാപ്പ്, ഗോ. പഠിച്ചോ? അപ്പോൾ സിസ്റ്റർ തുഷാര SVMനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചാടി എഴുന്നേറ്റേൻ. ബലൂൺ ക്ലാപ്പ്, ഗോ. ഈശോയുടെ മാലാഖ കൂട്ടങ്ങളെ, എന്തോ നിങ്ങളുടെ ബലൂൺ ക്ലാപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായി ചെയ്തു നിങ്ങൾ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഉറക്കെ പറഞ്ഞേ, വചനം ഭക്ഷിക്കാൻ. വചനം ഭക്ഷിക്കാൻ. അപ്പം സിസ്റ്റർ ഇന്ന് പറയാൻ പോകുന്ന വചനം ഒരു കൊച്ചു വചനമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 8-ാം തിരുവചനം. നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതിപൂർവം നേടുന്ന വലിയ ആദായത്തേക്കാൾ ശ്രേഷ്ഠം. മനസ്സിലായോ? എന്താ പറഞ്ഞത്? നീതിപൂർവം നേടുന്ന ചെറിയ ആദായമാണ് അനീതിയോടെ നേടുന്ന വലിയ ആദായത്തേക്കാൾ ശ്രേഷ്ഠം. ഇത് കൂടുതൽ മനസ്സിലാക്കാനായി സിസ്റ്റർ ഒരു സംഭവം പറയാം നിങ്ങളോട്. കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് പത്രത്താളുകളുടെ മുൻപേജിൽ വന്ന ഒരു വലിയ വാർത്തയുണ്ട്. അതാണ് ഈ സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരിക. ഒരു വലിയ അന്താരാഷ്ട്ര ഓട്ട മത്സരം നടക്കുന്നു. ട്രാക്കൊക്കെ സജ്ജമായി, കാണികൾ ഗാലറിയിൽ തിങ്ങിക്കൂടിയിരിക്കുന്നു. മത്സരാർത്ഥികൾ ട്രാക്കിൽ നിരന്നു. വിസിൽ മുഴങ്ങി ഓട്ട മത്സരം ആരംഭിച്ചു. കാണികളെയെല്ലാം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കെനിയായുടെ ആബേൽ മുത്തയ്യായും സ്പാനിഷിൻ്റെ ഇവാൻ ഫെർണാണ്ടസും കുതിച്ചു പായുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആബേൽ മുത്തയ്യായ്ക്ക് ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അടയാളപ്പെടുത്തലിൽ ഒരു സംശയം നിലനിൽക്കുകയും താൻ ഫിനിഷിംഗ് പോയിൻറ്റിൽ എത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ തൻ്റെ ഓട്ടം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്നും ഇത് മനസ്സിലാക്കിയ ഇവാൻ ഫെർണാണ്ടസ് വിളിച്ചു പറയുന്നുണ്ട്, മുത്തയ്യ റൺ റൺ. പക്ഷേ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കാതെ നമ്മുടെ മുത്തയ്യ പതുക്കെ പതുക്കെ ഓട്ടം നിർത്തുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നമ്മുടെ ഇവാൻ ഫെർണാണ്ടസ് തൻ്റെ കൈകൾ കൊണ്ട് മുത്തയ്യയെ തള്ളിത്തള്ളി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഇവാൻ ഫെർണാണ്ടസ് രണ്ടാമതായി ഫിനിഷ് ചെയ്തു. പെട്ടെന്ന് ഗാലറിയിൽ ഇരുന്ന ആളുകളെല്ലാം ചാടി എഴുന്നേറ്റു. എന്താണ് സംഭവിച്ചത്? എല്ലാവരും പരസ്പരം നോക്കി. ആ നിമിഷം തന്നെ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു പത്രപ്രവർത്തകൻ മുൻപോട്ട് വന്ന് ഇവാനോട് ചോദിച്ചു, ഒന്നാമതായി ഫിനിഷ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും താങ്കൾ എന്താണ് ഇങ്ങനെ പ്രവർത്തിച്ചത്?
അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ലോകത്തെ കരയിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: വിജയത്തിൻ്റെ അരികെ ഇരിക്കുന്ന അവൻ്റെ ആശയക്കുഴപ്പത്തിൽ ഞാൻ നേടുന്ന വിജയത്തിന് എന്തു ഭംഗിയാടോ ഉള്ളത്. എന്താണ് ഇവാൻ പറഞ്ഞത്? വിജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുന്ന അവൻ്റെ ആശയക്കുഴപ്പത്തിൽ ഞാൻ നേടുന്ന വിജയത്തിന് എന്തു ഭംഗിയാടോ ഉള്ളത്. ഒപ്പം തന്നെ അവൻ പറഞ്ഞു, ഇത് കണ്ടിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഇത് സഹിക്കാനാവും. വിജയം നേടാൻ സത്യസന്ധതയും മൂല്യങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അതേ കുഞ്ഞുങ്ങളെ, എനിക്കും നിങ്ങളോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരു ടീച്ചർ എന്ന നിലയിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും അർഹതയില്ലാത്ത മാർക്കുകൾ നേടുമ്പോഴും സത്യസന്ധമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും സ്വർഗത്തിലിരുന്ന് വേദനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ, സത്യസന്ധതയിൽ നിലനിൽക്കുമ്പോൾ വിജയം നമ്മുടെ പക്ഷത്താണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ വളരണം. ഏതായിരുന്നു വചനം? സുഭാഷിതം 19:8 ഇങ്ങനെ പറയുന്നു. എന്താണ്? നീതിപൂർവം നേടുന്ന ചെറിയ ആദായമാണ് അനീതിപൂർവം നേടുന്ന വലിയ ആദായത്തേക്കാൾ ശ്രേഷ്ഠം. ഈശോയുടെ കൂട്ടുകാരെ, എന്തോ വചനം ഭക്ഷിച്ചോ? ഭക്ഷിച്ചു. അല്ല, തൃപ്തിയായോ? അപ്പോ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞത് നീതിയോടെ ജീവിക്കേണ്ടതിനെ കുറിച്ച് അല്ലേ? അനീതിയോടെ അല്ല ജീവിക്കേണ്ടത്. എങ്ങനെ ജീവിക്കണം? അനീതിയിൽ നിന്ന് നമ്മൾക്കൊരു റിസൾട്ട് കിട്ടുന്നതിനേക്കാൾ നല്ലത് നീതിയോടെയുള്ള ഒരു റിസൾട്ടാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും. അതിപ്പോൾ ചെറുതാണെങ്കിലും അത് വലിയ കാര്യമാണെന്നെ കുറിച്ചാണ് സിസ്റ്റർ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോവാണ്. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? ഇന്ന് ഈ സ്വർഗത്തിൽ വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് റെഡി ആയിട്ടുള്ളവർ ആരൊക്കെയാണ്? ഓക്കെ, ഇവർക്ക് കൈയ്യടി കൊടുത്തേ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. കമോൺ. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. മോൻ്റെ പേര് പറയൂ. അഫ്രിയേൽ ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചോ വിശുദ്ധയെ കുറിച്ചോ പറയുന്നേ? വിശുദ്ധ സെന്റ് ജോസഫിനെ കുറിച്ചാണ് പറയുന്നത്. സെന്റ് ജോസഫിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇന്ന് അഫ്രിയേലിന്റെ വാക്ക് കേൾക്കാം ശ്രദ്ധയോടെ. ഓക്കെ. മാന്യസദസ്സിന് വന്ദനം. വിശുദ്ധ പിതാവിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ക്രിസ്തീയ വിശ്വാസപ്രകാരം യേശുവിൻ്റെ വളർത്തു പിതാവും കന്യാമറിയത്തിൻ്റെ ഭർത്താവുമാണ് വിശുദ്ധ പിതാവ്. സഭയുടെ സംരക്ഷകൻ, വിശുദ്ധിയുടെ കാവൽക്കാരൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്നിങ്ങനെ കുറേ വിശേഷണങ്ങൾ തിരുസഭ വിശുദ്ധ പിതാവിന് നൽകി. വിശുദ്ധ ഗ്രന്ഥം നീതിമാനെന്ന് പ്രഘോഷിക്കുന്ന വിശുദ്ധൻ. വാക്കുകളേക്കാൾ വാചാലമാണ് മൗനമെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വിശുദ്ധിയുടെ നിറകുടം. ദാരിദ്ര്യത്തിലും സന്തോഷം കണ്ടെത്തി അധ്വാനിച്ച് കുടുംബം പോറ്റിയ കുടുംബനാഥനായിരുന്ന വിശുദ്ധ തൊഴിലിൻ്റെ മഹത്വവും മൂല്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നു. 15-ാം നൂറ്റാണ്ട് മുതലാണ് വിശുദ്ധനോടുള്ള വണക്കം ശക്തി പ്രാപിക്കുന്നത്. 1871 9-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ പിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. പ്രതികൂല സാഹചര്യത്തിൽ പോലും വിശ്വസ്തത പുലർത്തിയ വിശുദ്ധ പിതാവിന്റെ പാതയിലൂടെ നമുക്ക് നടക്കാം. നന്ദി. വെരി ഗുഡ്. അഫ്രിയേൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇനി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം ആസ്പദമാക്കി നമ്മൾ ഒരു വചനം കേൾക്കുകയാണ്. മോളുടെ പേര് പറയാമോ? സെനോറിറ്റ. അപ്പോൾ സെനോറിറ്റ എന്ന് പറയുന്ന വചനം നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. വിശുദ്ധൻ്റെ ജീവിതം ആസ്പദമാക്കി ഇന്ന് ഞാൻ ഇവിടെ ഒരു വചനം പറയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. ഹെറോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ജോസഫ് യേശുവിനെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചതുപോലെ നമുക്കും വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം. നന്ദി. അപ്പോൾ ഇന്ന് വിശുദ്ധരെ കുറിച്ച് ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞ അഫ്രിയേൽ, അതുപോലെ സെനോറിറ്റ വചനം പറഞ്ഞു. നല്ലൊരു കൈഡി കൊടുത്തവർക്ക്. ഈശോയുടെ കൂട്ടുകാരെ, ഇനി നമ്മൾ ഈ സ്വർഗത്തിൽ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. അടുത്ത സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്?
അപ്പോൾ ഒരു യജമാനൻ തൻ്റെ 3 സേവകന്മാർക്ക് താലന്ത് കൊടുത്ത ഒരു ഉപമ യേശു പഠിപ്പിക്കുന്നുണ്ട് ബൈബിളിൽ, അല്ലേ? ഒരു സേവകന് 5 താലന്ത് കൊടുത്തു. എത്ര കൊടുത്തു? 5. അവൻ എത്രയും കൂടി ഉണ്ടാക്കി? അവൻ 5 കൂടി അതുകൊണ്ട് ക്രയവിക്രയം ചെയ്ത് 5 താലന്ത് കൂടി ഉണ്ടാക്കി. വേറൊരു സേവകന് 3 കൊടുത്തു, അവൻ 3 കൂടി ഉണ്ടാക്കി. വേറൊരാൾക്ക് 1 കൊടുത്തു, അവൻ എന്താ ചെയ്തേ? അവനത് മണ്ണിൽ കുഴിച്ചിട്ടു എന്ന് പറയണേ. അപ്പോൾ പറഞ്ഞു, എൻ്റെ യജമാനൻ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്ന ഒരാളായതുകൊണ്ട് പേടിച്ചിട്ട് ആളത് ഒതുക്കി വെച്ചു. അപ്പോൾ യേശു പറഞ്ഞ ആ വചനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇവൻ്റെ 1 താലന്ത് കൂടി എടുത്ത് 5 ഉള്ളവന് കൂടി കൊടുത്തു. എന്നിട്ട് പറയുന്ന യേശു പറയാണ്, ഉള്ളവന് നൽകപ്പെടും കേട്ടോ. അപ്പോൾ താലന്ത് മറച്ചു വെക്കാനുള്ളതല്ല, അതെന്തിനുള്ളതാ? ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളതാണ്. ആർ യു റെഡി? അപ്പൊ ഈ എപ്പിസോഡിൽ താലന്ത് കൊടുക്കാൻ ആരാ റെഡി ആയിട്ടുള്ളേ? ഓക്കെ, വാ വാ, കൈയ്യടി കൊടുത്തേ. ഓക്കെ, അപ്പോൾ ഈ കൂട്ടുകാരനെ നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞേ. ഇമ്മാനുവൽ എന്ത് താലന്താണ് ഈശോയ്ക്ക് കൊടുക്കുന്നത്? ഒരു പാട്ട് പാടാൻ പോവാണ്. റെഡി? അപ്പോൾ ഇമ്മാനുവലിന്റെ താലന്ത് നമുക്ക് ആസ്വദിക്കാം. ആർ യു റെഡി? വെള്ളപ്പമായിശോ എൻ ഹൃദയമാമൾ താരയിൽ വെള്ളപ്പമായിശോ എൻ ഹൃദയമാമൾ താരയിൽ ഇതാ ഇറങ്ങി വന്നു, ഇതാ ഇറങ്ങി വന്നു. ഈശോയെ, എൻ്റെ ഈശോയെ, ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. ഈശോയെ, എൻ്റെ ഈശോയെ, ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കും നേരം സോദരനോടു നീ ക്ഷമിച്ചിടുക. ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കും നേരം സോദരനോടു നീ ക്ഷമിച്ചിടുക. അപ്പോൾ നിൻ ബലിയിൽ സംപ്രീതനാകും ഞാൻ, നിന്നെ ഞാൻ എൻ്റേതായി സ്വീകരിക്കും. അപ്പോൾ നിൻ ബലിയിൽ സംപ്രീതനാകും ഞാൻ, നിന്നെ ഞാൻ എൻ്റേതായി സ്വീകരിക്കും. ഈശോയെ, എൻ്റെ ഈശോയെ, ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. ഈശോയെ, എൻ്റെ ഈശോയെ, ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. ഈശോയുടെ കൊച്ചുമാലാകമാരെ, നമ്മളിനി ഈ സ്വർഗത്തിൽ
ഒരു സെഗ്മെൻറ്റും കൂടി ബാക്കിയുണ്ട്. അടുത്ത സെഗ്മെൻ്റാണ് നല്ല ശീലം പഠിക്കാം. ഏതാണ്? നല്ല ശീലം പഠിക്കാം. ഇന്നത്തെ നല്ല ശീലം പഠിക്കുന്നത് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുപ്പുള്ളവരാകരുത്. ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായം 9 എഴുതി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ എന്ത് തോന്നാൻ പാടില്ല അല്ലേ? ചേട്ടായി ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പ്രത്യേകമായിട്ടുള്ളൊരു നന്മ പ്രവൃത്തി എൻ്റെ മനസ്സിനെ വല്ലാതെ ഇങ്ങോട്ട് സംശീകരിച്ചു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു ചേട്ടായി, ലോട്ടറി കച്ചവടം നടത്തുന്ന ചേട്ടായി, ഒരു ബസ് സ്റ്റാൻഡിൻ്റെ വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, വലിയ പ്രായമുള്ള കുട്ടിയല്ലേ, 5-6 പഠിക്കുന്ന പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ഈ ചേട്ടന് ആൾ കണ്ണ് കാണുന്നില്ല. ആൾക്ക് ലോട്ടറിയുടെ ഒരു ട്രേ ആളുടെ കയ്യിലുണ്ട്. ആൾക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടി ചെയ്യുന്നത്, ആ സ്കൂൾ ബാഗ് ഇട്ടിട്ട് ആ കൊച്ച് ഈ ചേട്ടായിനെ പിടിച്ച് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കൊണ്ടാക്കി. അപ്പോൾ ഞാനത് അവിടെ നിന്ന് അകലെ നിന്ന് കാണുവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ആ കൊച്ചിനോട്, അല്ലേ? ഒരു കുഞ്ഞു കൊച്ചാണ്, അതിൽ വലിയ ആൾക്കാർ പലരും പോകുന്നുണ്ട്, നല്ല പക്വതയുള്ളവരുണ്ട്, അറിവുള്ളവരൊക്കെ അടുത്തോടെ പോകുന്നുണ്ട്. പക്ഷെ ആരും ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. 5-6 പഠിക്കുന്ന പ്രായമുള്ള കൊച്ചു പെൺകുട്ടിയാണ് ആ ചേട്ടായനെ അപ്പുറത്ത് കടത്തി വിട്ടത്. അപ്പോൾ ആ ഒരു വ്യക്തിത്വം ഉണ്ടോ, എന്തൊരു ഭംഗിയുള്ളതാണ്. നന്മ ചെയ്യുന്ന കൊച്ചു കുട്ടിയാണെങ്കിലും അവൾക്ക് പറ്റുന്ന നന്മ അവൾ ചെയ്യണം. അപ്പോൾ നമുക്ക് പറ്റുന്ന നന്മ നമ്മൾ ചെയ്യണം. വീട്ടിലായിക്കോട്ടെ, മമ്മീനെ സഹായിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, അല്ലേ? മമ്മീനെ സഹായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ സഹായിക്കുമോ? മോളൊന്ന് സഹായിച്ചേടി, എനിക്ക് പറ്റത്തില്ല, അങ്ങനെയാണോ പറയാ, അല്ലേ? ചില ആൾക്കാർ ഓരോ കാര്യം സഹായിക്കും, അപ്പോൾ ഓരോ സാധനം എടുത്ത് ഓരോ കുത്തും, അല്ലേ? അമ്മയോടുള്ള ദേഷ്യം അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നന്മ ചെയ്ത് നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യണം, അല്ലേ? ഒരു ചെറിയ പെൻസിൽ കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഒരു പേന കൊടുക്കുകയാണ്. ഒരാൾക്ക് കൂട്ടുകാരന് പേനയില്ല, പെട്ടെന്നൊരു പേന കൊടുക്കാനുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, ബോക്സിൽ 3-4 ഉണ്ട്, എന്നാൽ എഴുതി കൊടുക്കാനായിട്ട് മനസ്സ് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ആ പേന കൊടുത്ത് എഴുതി കഴിയുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ? ഒരു നന്മയല്ലേ? ആണോ? അതെ. അപ്പോൾ ഇങ്ങനെ കൊച്ചു നന്മയാണെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന നന്മ നിങ്ങളുടെ സാഹചര്യത്തിൽ, ചിലപ്പോൾ പപ്പയുടെ അടുത്ത് ചെറിയ കാര്യങ്ങൾ സഹായിക്കാനായിരിക്കാം, മമ്മീനെ വീട്ടു ജോലിയിൽ സഹായിക്കുന്ന കാര്യമായിരിക്കാം, വീട്ടിൽ കുരിശ് വരയ്ക്ക് ചെയ്യേണ്ട നേതൃത്വം കൊടുക്കേണ്ട കാര്യമായിരിക്കാം, സ്കൂളിൽ ചിലപ്പോൾ ലീഡറായിട്ട് ചെയ്യേണ്ട ചില നന്മകളായിരിക്കാം. ഏതിലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യണം. ആർ യു റെഡി? പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ സ്വർഗത്തിൽ പഠിക്കുന്ന നല്ല ശീലമാണ് നന്മ ചെയ്യുന്നതിൽ നമ്മൾക്ക് മടുപ്പ് തോന്നാതിരിക്കണം. കൊച്ചു നന്മയാണെങ്കിലും മതി. ഒരാൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു സഹായം ചെയ്താൽ അതിനൊരു താങ്ക്സ് എങ്കിലും പറയാലോ, അല്ലേ? അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു ആവശ്യമാണെന്ന് നമ്മൾ അറിഞ്ഞു, ആ കാര്യം നമ്മുടെ കയ്യിലുണ്ട്, ഒന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കഴിയുന്ന നന്മ ചെയ്യാനായിട്ട് നമ്മളെ ഈശോ അനുഗ്രഹിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ എല്ലാ കൂട്ടുകാരും ഈ ശീലം ഫോളോ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആർ യു റെഡി? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈശോയുടെ അടുത്ത് ഒന്നുകൂടെ കളിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു പാട്ടാണ്, ഈശോയുടെ അടുത്ത് കളിക്കാമല്ലോ. ഓക്കെ, ചാടി എഴുന്നേറ്റേ. ആടിപ്പാടി ചിരിച്ച് ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി ചെയ്തേ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. സൂപ്പർ. ഇരിക്കേ കൂട്ടുകാരെ, നമ്മൾ 4-5 സെഗ്മെൻ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈശോയ്ക്ക് വേണ്ടി ചെയ്തു. ഈശോയെ സ്നേഹിച്ചു, വചനം ഭക്ഷിച്ചു, താലന്ത് ഈശോയ്ക്ക് കൊടുത്തു. ഇങ്ങനെ നല്ല കളറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് വരികയാണ്. നമ്മൾ ഈശോയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണോ?
പറ, പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, അന്ന് നോക്കട്ടെ നിങ്ങൾ എത്ര നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നോക്കാൻ പോവാണ്. ഈ സ്വർഗത്തിൽ നന്നായിട്ട് നിവർന്നിരുന്ന് കൈകൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൂപ്പിപ്പിടിച്ച് കണ്ണൊക്കെ അടച്ച് നല്ല സുന്ദരന്മാരെ സുന്ദരികളായിട്ട് ഇരുന്നേ. ഈശോപ്പച്ചൻ കാണുമ്പോൾ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നണം. മാലാഖമാർക്കൊക്കെ കൊതി തോന്നണം. അയ്യോ, ഞങ്ങളെക്കാൾ സൂപ്പറായിട്ടാണല്ലോ ഇവർ പ്രാർത്ഥിക്കണേ, അങ്ങനെ തോന്നിക്കണം. അത്ര ഭംഗിയായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ചേട്ടാ ഈ പ്രാർത്ഥന ചൊല്ലിത്തരാം. എല്ലാവരും ഉറക്കെ പ്രാർത്ഥിച്ചേൻ. ഈശോയെ ഈ സ്വർഗത്തിൽ ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങളെ കൊണ്ടുവന്നതിന് തെരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഈശോയെ മറ്റുള്ളവർക്ക് കഴിയുന്ന നന്മ ചെയ്യുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കണ്ണു തുറക്കാമോ? യെസ്. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാലാഖ ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. ഇവിടെ എല്ലാവരും മാലാഖമാരാണ്, പക്ഷേ ഈ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് ഒരു മാലാഖനെ സെലക്ട് ചെയ്യും. ആരാണ് ഏഞ്ചൽ ഓഫ് ദി എപ്പിസോഡ് എന്ന് അറിയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വിശുദ്ധരെ പരിചയപ്പെടുത്ത അഫ്രിയൽ തന്നെ പറയട്ടെ. ഇതൊന്ന് ഓർമ്മയെടുക്കാം. വാ, ഒരു ക്ലാപ്പ് കൊടുത്തേ. അഫ്രിയലിൻ്റെ പേര് തന്നെയാണോ? അല്ല, ആൻമരിയ ഡേവിസ്. ആൻമരിയ ഡേവിസ്. ഓക്കെ, അഫ്രിയൽ പോയിരുന്നോ ആൻമരിയ? അപ്പം നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ആൻമരിയ. അപ്പോൾ കൂട്ടുകാരെ, ഏഞ്ചലിനൊക്കെ സെലക്ട് ചെയ്തല്ലോ. ഇനി നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരായിട്ടുള്ള കൂട്ടുകാർ, നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നവരുണ്ട്, നിങ്ങളുടെ കളിയും ചിരിയും നോക്കിയിരുന്നവരുണ്ട്, അവർക്കൊക്കെ നന്ദി പറയണ്ടേ? നന്ദി പറയണോ? ഓക്കെ. ഹലോ പ്രേക്ഷകരെ, ഞങ്ങൾ ഈ എപ്പിസോഡിൻ്റെ വൈൻഡപ്പ് സെക്ഷനിലാണ്. ഈ എപ്പിസോഡിലെ സ്വർഗ്ഗക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും പുതിയ രസക്കാഴ്ചകളായി, പുതിയ സ്വർഗ്ഗക്കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളെല്ലാവരും വീക്ഷിച്ചതിന്, സപ്പോർട്ട് ചെയ്തതിന് ഈ സ്വർഗത്തിൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇനി എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരു ബൈ ബൈ പറഞ്ഞ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തേ. ഹായ്, ബൈ ബൈ, സീ യു.